മെയ്ദിനെ ആ ചെറിയ സ്പാനർ നീ എന്താടി കിളിക്കണത്? ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. എടോ 316 അവനെ ഇങ്ങോട്ട് ഇറക്ക്. ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പിടിക്കും, പിടിച്ചിരിക്കും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ എന്റെ വണ്ടി വന്നോളാം. ലൈംഗിക അതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഇല്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ഈ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാ, നശിച്ചു പോ നീ. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ. 2 പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ഉന്മേഷ്, വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്. അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിലിരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ വാരിയൽ ഊരിയെടുക്കും. ഇപ്പൊ ഊരിയതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി. നടക്കാം. വരട്ടെ. ഓ വരട്ടെ.